മെറ്റീരിയൽ സുഖമുണ്ട്, സ്പിരിച്വൽ സുഖമുണ്ട്. രണ്ടിനും സുഖം കിട്ടും. മെറ്റീരിയലും കിട്ടും, സ്പിരിച്വലും കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ പണ്ട് ബസ്സിലൊക്കെ സഞ്ചരിക്കാറുണ്ടല്ലോ. ബസ്സിൽ ഒരു 3 മണിക്കൂറുള്ള യാത്രയാണ്. ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയിൽ കയറിയെന്ന് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും? അതായത് നമ്മൾ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും സീറ്റ് ഉണ്ടെന്ന്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിൽക്കാൻ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. സീറ്റ് ഉണ്ടെന്ന് പുറത്തൊക്കെ നോക്കി നമ്മൾ കയറും, പക്ഷെ കുറെ കഴിഞ്ഞാൽ നമ്മൾ റിയലൈസ് ചെയ്യും ഞാൻ മാത്രം നിൽക്കേണ്ടി വരും. അവസാനം നമ്മൾ ഡ്രൈവറെ വരെ നോക്കും സീറ്റിന് വേണ്ടി. അപ്പോൾ ഡ്രൈവർ കൊണ്ടുപോകാൻ അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുന്നു, കുറേ നേരം നിൽക്കുന്നു, നിന്ന് പുറമൊക്കെ വേദനയാവുന്നു, ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലെ സീറ്റിലെ ഒരാൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ ആ സീറ്റിലേക്ക് ഇങ്ങനെ സ്വർഗം കണ്ടുപോലെ നോക്കും. കാരണം 3 മണിക്കൂർ യാത്രയുണ്ട്, 1 മണിക്കൂറായിട്ടുള്ളൂ, ഇനിയും 2 മണിക്കൂറുണ്ട്. അയാൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ സീറ്റിൽ നമ്മൾ ഇരിക്കും, പുറമൊക്കെ ഇങ്ങനെ തട്ടിക്കും. ഇപ്പോൾ ഒരു സുഖം കിട്ടില്ലേ? കിട്ടൂലേ? ആ സുഖത്തിൻ്റെ പേരാണ് എന്ത്? മെറ്റീരിയൽ. കഥ കഴിഞ്ഞിട്ടില്ല. ഒരാൾ ഇറങ്ങിപ്പോയില്ലേ? ആ സ്റ്റോപ്പിൽ നിന്ന് ഒരു സ്ത്രീ ഒരു കുട്ടിയെ എടുത്തിട്ട് നേരെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെങ്ങനെ നോക്കും. അപ്പം നമ്മൾ അവരോട് എന്തെന്തിനോ നോക്കണേ. അവർക്ക് ഈ കഥയൊന്നും അറിയില്ല. നമ്മൾ ഇത്ര നേരം നിൽക്കരുതെന്ന് അവർക്കറിയില്ല. നമ്മൾ തൊട്ടടുത്തുള്ള ആളെയൊക്കെ നോക്കുമ്പോൾ അവര് അഗാധ ഗർത്തത്തിലേക്ക് ഉറക്കത്തിൻ്റെ ഇത്ര നേരം കപ്പലണ്ടി കുടിച്ചിരുന്ന മനുഷ്യനാണ്. അത് പോയി പ്രഗ്നന്റ് ആയ ആളുകൾക്ക് പുരുഷനാണോ സ്ത്രീയാണോ സീറ്റ് കൊടുക്കുക? പുരുഷന്മാരാ. സ്ത്രീകൾ പ്രഗ്നൻസി കണ്ട് ഗർഭമല്ല, എനിക്കുണ്ടായിരുന്നു 3 എണ്ണം. പക്ഷെ പുരുഷന്മാർക്ക് അത് ഭയങ്കര വേദനയാണ്. ഞാനൊരു പുരുഷ സ്ത്രീ വ്യത്യാസത്തിൻ്റെ ആളല്ല കേട്ടോ, അങ്ങനത്തെ ഒന്നുമല്ല, ജസ്റ്റ് ജോക്കിങ്. ഓക്കെ. അങ്ങനെ ഈ പിടിവലി സഹിക്കാൻ പറ്റാതെ നമ്മൾ എഴുന്നേറ്റ് ആ സ്ത്രീക്കും കുട്ടിക്കും സീറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു സുഖം കിട്ടൂലേ? കിട്ടണമെങ്കിൽ കൊടുക്കണം. സുഖം കിട്ടൂലേ? പ്രിയപ്പെട്ടവരെ, ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ഈ സീറ്റിൽ നിന്നുള്ള സുഖം പോയി. അതാ ഡിറ്റാച്ച് ചെയ്തോടുകൂടി പോയി. പക്ഷേ ബസ് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴും ആ സീറ്റ് കൊടുക്കാൻ കാണിച്ച നമ്മുടെ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു സ്പിരിച്വാലിറ്റിയാണ്. ആ സുഖമാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഡോക്ടേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 തരത്തിൽ നമുക്ക് സന്തോഷമാണ്. 1 മെറ്റീരിയൽ, 2 എക്സ്പീരിയൻസ്, 3 കോൺട്രിബ്യൂഷൻ. These are the 3 things which creates happiness. The thing is, few people, they only concentrate on material. They get happiness out of materials, collecting watches, constructing buildings, car വാങ്ങിക്കല്, കാറ്, ബൈക്ക്, മെറ്റീരിയൽ, പൈസ. every day they count money. എല്ലാ ദിവസവും പൈസ ഇങ്ങനെ എണ്ണി ലാഭം നോക്കി, അക്കൗണ്ട് നോക്കി ഈ മെറ്റീരിയൽ മാത്രം സന്തോഷം കണ്ടെത്തി ഒരു ദിവസം അതുകൊണ്ട് മരിച്ചു. അത്ര ഉണ്ടാവുള്ളൂ. They will die like. അവരുടെ സന്തോഷം മുഴുവൻ കല്ലും മണ്ണും പ്ലാസ്റ്റിക്കും ലെതറും സീറ്റും സ്റ്റിയറിങ്ങും ടയറും പറമ്പും. കുറേ പറമ്പ് വാങ്ങിച്ചു കൂട്ടിയിട്ട് അത് ആവശ്യമുള്ള സാധനം കേട്ടോ. ദിസ് ഇസ് നീഡഡ്. ഇഫ് യു ലാക്ക് ഓഫ് ദിസ് മെറ്റീരിയൽ സന്തോഷം, ബാക്കി രണ്ടും കിട്ടാൻ പോണില്ല. ദിസ് ഇസ് അസറ്റ് ഉണ്ടാക്കണം. പക്ഷെ മെറ്റീരിയൽ സന്തോഷം അത് മാത്രം, ഓൺലി മെറ്റീരിയൽ സന്തോഷം ആവരുത്. ചിലവർ എന്ത് ചെയ്യുന്നറിയോ? few people are like material and other few people experience only. They get happiness out of experience. പുതിയ ഹോട്ടലിൽ നിന്ന് അവിടെ പോവാ, കാശ്മീരിൽ പോവാ, കയ്യിലുള്ള പൈസ മുഴുവൻ എക്സ്പീരിയൻസിന് വേണ്ടി ചിലവർക്ക് എക്സ്പീരിയൻസ് എല്ലാം എക്സ്പീരിയൻസ്, എന്തും എക്സ്പീരിയൻസ്. ഇപ്പം ഇയാൾ പോലെ എന്തിനാ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് എപ്പോഴാണ് ഇത് കൊണ്ടുപോകാനുള്ളത്? മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകില്ലല്ലോ. അത് നമ്മൾ അനുഭവിക്കണം. ഇതാണ് ഇവർ. ഇത് രണ്ടും കഴിഞ്ഞവരാണ്. ഓൾ ദോസ് എക്സ്പീരിയൻസ് ചെയ്ത മെറ്റീരിയൽ എക്സ്പീരിയൻസ് കഴിഞ്ഞവരാണ് എന്തിൽ വരിക? കോൺട്രിബ്യൂഷൻ. അവരുടെ ഹാപ്പിനെസ് ഈസ് ഗിവിങ് ആണ്. കോൺട്രിബ്യൂഷൻ. എക്സാമ്പിൾ ലുലു യൂസഫ് അലി.
യൂസഫ് അലി സാറിന്, ലുലു യൂസഫ് അലി ഹാസ് ഗോട്ട് 75,000 crore ഒക്കെ വർത്തുള്ള ഒരു മനുഷ്യരാണ്. അദ്ദേഹത്തിന് ഹി ഡസൻ ഗെറ്റ് എനി ഹാപ്പിനെസ് ഔട്ട് ഓഫ് എനി മെറ്റീരിയൽസ് ഇനി അങ്ങോട്ട് കിട്ടാനില്ല. ഹി ഈസ് 70+ years old. നോ മെറ്റീരിയൽ ഹാപ്പിനെസ് ഹി ഈസ് ഹാവിങ് ഓർ ഹി ഈസ് എക്സ്പെക്ടിങ് ടു ഗെറ്റ്. അല്ലേ, ഒരു 7-star ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അറേബ്യൻ പാലസ് എന്നൊക്കെ പറഞ്ഞ അബുദാബിയിലൊക്കെ 7-star ഹോട്ടലിൽ താമസിച്ചവരുണ്ടോ, അതൊരു എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ ഒരു ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിച്ചതൊക്കെ ചെറിയതാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് ആണ്. ബട്ട് ലുലു യൂസഫ് അലി അദ്ദേഹത്തിന് ഇനി ഈ മെറ്റീരിയൽ എക്സ്പീരിയൻസ് കിട്ടാൻ, സന്തോഷം കിട്ടാനില്ല. കാരണം ഹി ഓൺസ് എ ജെറ്റ്, പ്രൈവറ്റ് ജെറ്റ്, ഹി ഓൺസ് ഹോട്ടൽസ്. അപ്പോൾ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് എ മെറ്റീരിയൽ, അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഒന്നും കിട്ടാനില്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എവിടെയായിരിക്കും? കോൺട്രിബ്യൂഷൻ കൊടുക്കുക, ഗിവിങ്, കോൺട്രിബ്യൂഷൻ. നമ്മുടെ ഒപ്പമുള്ളൊരു വളരുക, നമുക്കും കിട്ടുന്നില്ല എക്സ്പീരിയൻസ്. സാറിൻ്റെ ഒപ്പമുള്ളൊരു വളരുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ, സാലറി കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും കോൺട്രിബ്യൂഷൻ. ദ തിങ് ഈസ്, നോക്കിയേ, ചിലതിൽ സ്റ്റക്കായിപ്പോവും. മെറ്റീരിയൽ മാത്രമാവും, എക്സ്പീരിയൻസ് മാത്രമാവും, കോൺട്രിബ്യൂഷൻ മാത്രമാവും. കൊടുത്തിട്ടും നാടിനും വീടിനും വേണ്ടാതായ ആൾക്കാരും ഉണ്ട്. വാരിക്കോരി കൊടുത്തിട്ട് അവരെ ആരാധന കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്ലഷറൊന്നും നമുക്ക് ഭയങ്കര ഇത് ടൂ മച്ച് ഓഫ് എനിത്തിങ് വിൽ ഹാം യുവർ ഹാപ്പിനെസ്. കാരണം യു വിൽ ലൂസ് എനി അതർ തിങ്. വേണ്ടതെന്തെന്നറിയോ, ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഇതാണ്.